മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ മിക്കവാറും പല വ്യക്തികളോടും പല സാഹചര്യങ്ങളോടും പല സമൂഹത്തോടും സഭയോടുമൊക്കെ പല കാര്യങ്ങൾക്കകത്ത് കടപ്പെട്ടിരിക്കുകയാണ്. നാം നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ പല വ്യക്തികളോട് വളരെ നന്ദിയുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിമിത്തമാണ് പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ദൈവവചന ഭാഗം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് റോമാലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ്? അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം നമ്മുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കുകയാണ്. വേദപുസ്തകത്തിൽ പ്രശംസിക്കുവാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വായനയിലും ചിന്തയിലും ദൈവവചനത്തിൻ്റെ പഠനത്തിലും എനിക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്ന് കഷ്ടതകളിൽ പ്രശംസിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കഷ്ടതകളിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളാണ്. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന 3 പ്രോസസ്സുകളിലൂടെ കഷ്ടത നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് വളരെ ആവേശത്തോടുകൂടെ സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയിൽ പ്രശംസിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് പറയുന്നതിലൂടെ നിങ്ങൾക്കും അങ്ങനെ ആ കഷ്ടതകൾ പ്രശംസിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. കണ്ണുനീരിൻ്റെ കയങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടിയിരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകാം. ഈ കഷ്ടതകളിലേക്ക് തള്ളിവിട്ട ആൾക്കാരെയും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കൊന്ന് യോസഫിനോട് ചോദിച്ചു നോക്കാം. ആ മനുഷ്യൻ തൻ്റെ കഷ്ടതകളിൽ പ്രശംസിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. 100% അദ്ദേഹം ആ കഷ്ടതകളിൽ പ്രശംസിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ, അല്ല അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞത് ആ വാക്കുകൾ വളരെ പ്രശംസനീയമാണ്. നിങ്ങൾ എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ കരയരുത്. യോസഫിൻ്റെ സഹോദരന്മാർ ഒന്നിച്ച് കരയുമ്പോൾ പറഞ്ഞ വാക്കാണിത്. നിങ്ങൾ എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ കരയരുത്. ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യഹോവ നിങ്ങൾക്ക് മുൻപായിട്ട് എന്നെ ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. ഒരു വലിയ കണ്ണുനീരിലൂടെ കടന്നുപോയ ദീർഘമായ വർഷങ്ങൾ, വേദനകളിലൂടെ, പൊട്ടക്കൊഴിയിലൂടെ, അടിമത്വത്തിലൂടെ, അപ്പോൾ തന്നെ തടവറകളിലൂടെ കടന്നുപോയ ആ മനുഷ്യൻ ജീവിതത്തിൽ നല്ല കാലം വന്നപ്പോഴത്തേക്കും പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ ആ കണ്ണുനീര് കൊണ്ട് അർത്ഥമില്ല, കാര്യം ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. എന്തുകൊണ്ട് പൗലോസ് കഷ്ടതകളിൽ പ്രശംസിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു? കാര്യം ഈ കണ്ണുനീരിൻ്റെ കയങ്ങളിലൂടെ നമ്മളെ നടത്തിയവരോട് നമുക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ സമ്മാനിച്ച വ്യക്തികളോട് നമുക്ക് പ്രത്യേകിച്ച് കടപ്പാടുണ്ട്. ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ നൽകിത്തന്ന മനുഷ്യരോട് പ്രത്യേകിച്ച് നമുക്കൊരു സ്നേഹവും ആദരവും ഉണ്ടാകണമെന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രതികൂലങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. ഈ പ്രതികൂലങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വരാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. ഈ വെല്ലുവിളികൾ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ സദാ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കാനുമൊക്കെ പഠിച്ചത് ഈ കഷ്ടതകൾ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ കഷ്ടത നൽകിയവരോടും കഷ്ടതയോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളെ വലിയ പ്രത്യാശയിലേക്ക് നയിച്ചു, വലിയ ആത്മീക ആവേശത്തിലേക്ക് നയിച്ചു, വലിയ ഉത്സാഹങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നതൊക്കെ ഈ കഷ്ടതകൾ നിമിത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ കഷ്ടതകൾക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എതിർക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ വ്യക്തികൾ, അത് തീർച്ചയായിട്ടും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞ ഒരു വേദഭാഗം ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ചിന്ത ഇതിനോട് ചേർത്ത് പറയുകയാണ്. ശത്രു ഇല്ലെങ്കിൽ നമുക്ക് ജയമില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ആരും ഓടി ജയിക്കുന്നില്ല. ഏതോ ഒരു ഒപ്പോണൻറ്റിൻ്റെ കൂടെ ഓടിയാണ് പലരും വിജയം കരസ്ഥമാക്കുന്നത്. ഗോലിയാത്ത് ഇല്ലെങ്കിൽ ദാവീദിൻ്റെ വിജയമല്ല എന്നുള്ളതാണ്. ശത്രുവിനെ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവാശ്രയത്തിൽ നമ്മൾ വളരുവാനും അപ്പോൾ തന്നെ നമ്മുടെ തല ഉയർത്താൻ വേണ്ടിയിട്ടാണ് ശത്രുവിൻ്റെ ദൈവം നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ, വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഉയർത്തുകയാണെങ്കിൽ, കഷ്ടതകളുടെ വലിയ കയങ്ങളിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. എവിടെയോ നമ്മൾ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പൗലോസ് പറയുന്നു, എൻ്റെ കഷ്ടതകളിൽ എനിക്ക് ഭയങ്കര പ്രശംസയാണ്, ഞാൻ ആ കഷ്ടതകളോട് കടപ്പെട്ടിരിക്കുകയാണ്. കാര്യം ആ കഷ്ടതകളാണ്
ഇന്നിൻ്റെ നിലയിലേക്ക് എന്നെ ഉയർത്തിയതെന്ന് അല്പം പോലും പേടിയില്ലാതെ, സംശയമില്ലാതെ ആ മനുഷ്യൻ സ്നേഹപുരസ്സരം നമ്മളോട് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് താഴ്മയോടുകൂടെ പറയുന്നു, ആ വേദനകളിലൂടെ നിങ്ങളെ കൊണ്ടുവിട്ട ആൾക്കാരോട് അല്പം പോലും നിരാശയോ ബുദ്ധിമുട്ടോ അവർക്ക് വിരോധമായി ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാണ് നിങ്ങളെ ഈ ആത്മീക ആരാധനകൾക്കും ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ ഉത്സാഹപ്പെടുത്തിയത് അവരാണ് ദൈവസന്നിധിയിൽ അടുത്ത് വന്നിരിക്കാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് ആ കഷ്ടതയിൽ പ്രശംസിക്കാൻ മറക്കരുത്. ആ കഷ്ടതയെ അനുവദിച്ച വ്യക്തികളോട് അല്പം പോലും നിരാശയോ ബുദ്ധിമുട്ടോ തെല്ലും നീരസം അവരോട് തോന്നേണ്ട ആവശ്യമില്ല. കാര്യം അവരെ ദൈവം ഉപയോഗിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വളരെ സന്തോഷത്തോടുകൂടെ കൃതാർത്ഥതയോടുകൂടെ ദൈവമുഖം അന്വേഷിക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് മറ്റൊരു പ്രശംസയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രശംസ ഇതാണ്: ഞാൻ കർത്താവിൽ പ്രശംസിക്കുകയാണ്. മുകളിലോട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ, 28 മുതലുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവിൽ പ്രശംസിക്കാനുള്ള കാരണം അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതിന് കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അതിനകത്തൊരു 5 കൂട്ടം കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, അജ്ഞാനികളായിരിക്കുന്ന അല്ലെങ്കിൽ ഭോഷന്മാരായിരിക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ബലഹീനന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ 5 തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ 5 കൂട്ടം വരുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആരും പ്രശംസിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്തോ കഴിവുള്ളത് കൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല. എനിക്കെന്തോ മിടുക്കുള്ളത് കൊണ്ടും ഞാൻ ഏതോ വലിയ കുടുംബത്തിലെ ആളായതുകൊണ്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാതിരിക്കേണ്ടതിന് ഒന്നുമില്ലാത്ത ആൾക്കാരെ, സാധുക്കളായിരിക്കുന്ന ആൾക്കാരെ, പ്രശംസിക്കാൻ വകയില്ലാത്ത ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്നത് കർത്താവിലാണ്. കാര്യം എൻ്റെ പ്രശംസയുടെ ആധാരമെന്ന് പറയുന്നത് എൻ്റെ വിദ്യാഭ്യാസമല്ല. എൻ്റെ പ്രശംസയുടെ ആധാരമെന്ന് പറയുന്നത് എൻ്റെ കഴിവല്ല. എൻ്റെ പ്രശംസയുടെ ആധാരം ഗമാലിയേലിൻ്റെ കാൽക്കീഴിലിരുന്ന് പ്രാപിച്ച ആ വലിയ തിയോളജിക്കൽ ഫിലോസഫിക്കൽ ഡിഗ്രി അല്ല. അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ പ്രശംസയുടെ ആധാരമെന്ന് പറയുന്നത് എൻ്റെ കർത്താവാണ്. ഒന്നുമില്ലാതിരുന്ന എന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത് കർത്താവാണ്. ഏതുമില്ലാതിരുന്ന എന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത് കർത്താവാണ്. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ഹൃദയംഗമായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവമാണ്. ഏതുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ വളർത്തിയതും ഉയർത്തിയതും ദൈവമാണ്. എത്രയെങ്കിലുമൊക്കെ താഴ്ചയുടെ വക്കിൽ കിടന്നവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. പക്ഷേ എങ്കിൽ അവിടെ നിന്നെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവമാണ്. അതുകൊണ്ട് ആ കഴിവുകളിലോ ആ നൽകിയ പൊസിഷനിലോ പ്രശംസിക്കാതെ ആ ഇടത്തിരുത്തിയ ദൈവത്തിൽ പ്രശംസിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും വ്യത്യസ്തതയുള്ളതായിരുന്നു. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യേണ്ടതിന് തിരഞ്ഞെടുത്തിരുന്നത് യഹൂദന്മാർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൽപ്പാത്രങ്ങളെയാണ്. അഥവാ വീടിന് പുറത്ത് ആ മുറ്റത്ത് കരുതിയിരുന്ന ആ കൽപ്പാത്രങ്ങളെയാണ് ആദ്യത്തെ അത്ഭുതത്തിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്, കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ശേഷം തൻ്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ടതിന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തികൾ 80-90% വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരരായിരിക്കുന്ന ആൾക്കാരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. മുക്കുവരും മരപ്പണിക്കാരുമായ ആൾക്കാരായിരുന്നു 90% പേരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. ഇവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. കാര്യം ഇവരുടെ വിദ്യാഭ്യാസം കണ്ടിട്ട് കർത്താവ് അവരെ തിരഞ്ഞെടുത്തു എന്ന് നാളെ അവർ പറയരുത്. ഇവരുടെ കഴിവും കുലമഹിമയും കണ്ടിട്ട് കർത്താവ് അവരെ തിരഞ്ഞെടുത്തു എന്ന് നാളെ അവർ ഒരിടത്തും പോയി അവകാശപ്പെടരുത്. അതുകൊണ്ട് ഒന്നുമില്ലാത്തവരെയും ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്ത് തൻ്റെ മഹിമയും ശക്തിയും അവർക്ക് പകർന്ന് തൻ്റെ അഭിഷേകത്താൽ നിറച്ച് അവരെ ഉപയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഞാൻ ഈ ദൈവവചനത്താൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതുമില്ലാത്തവരാണോ, ഒരു കഴിവുമില്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ ഇന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ, അതിൽ പ്രശംസിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മളിരിക്കുന്ന പൊസിഷനിൽ പ്രശംസിക്കരുത്. നമ്മൾ പാർക്കുന്ന വീടുകളിൽ പ്രശംസിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ പ്രശംസിക്കരുത്. നമ്മുടെ ധനത്തിൽ പ്രശംസിക്കരുത്. നാളെ ഇത് അസ്തമിച്ചു പോകാനും തകർന്നു പോകാനും ഒരു സാധ്യതയുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് കർത്താവിൽ പ്രശംസിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്. പൗലോസ് 2 കാര്യങ്ങളിൽ പ്രശംസിക്കുകയാണ്. ഒന്ന്, തൻ്റെ കഷ്ടതകളിൽ പ്രശംസിക്കുന്നു. ആ കഷ്ടതയാണ് തന്നെ ഇവിടത്തോളം എത്തിച്ചത്. ആ കഷ്ടതയാണ് തന്നെ ഉത്സാഹപ്പെടുത്തിയത്. ആ കഷ്ടതയാണ് അദ്ദേഹത്തെ
ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ധൈര്യം പകർന്നത്. ആ കഷ്ടതയാണ് അദ്ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർത്തത്. പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ ആ കഷ്ടതയാണ്. 2, തന്നെ ഉയർത്തിയ ദൈവത്തിൽ പ്രശംസിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരിക്കട്ടെ. ഉയർത്തിയ ദൈവത്തിൽ പ്രശംസിക്കുക. ഇവിടത്തോളം വന്നു ചേരാൻ ദൈവം ഒരുക്കിയ മാധ്യമങ്ങൾ, നമ്മളെ മോൾഡ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ച മെറ്റഫറുകൾ, നമ്മളെ ഷെയ്പ്പ് ചെയ്യേണ്ടതിന് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച ശത്രുക്കൾ, ഈ 2 കാര്യത്തിനകത്ത് നമുക്ക് പ്രശംസിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.